രാവിലെ ചെറിയ പോയി കഴിഞ്ഞാണ്ട് ഞാനിങ്ങനെ വന്ന് നോക്കിയപ്പോൾ എൻ്റെ കുട്ടി നല്ല ഉറക്കമാണ് കേട്ടോ. പിന്നെ മദ്രസും ഇല്ല സ്കൂളും ഇല്ല, അന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ പിന്നെ കുറച്ച് നേരം ഉറങ്ങിക്കോട്ടെ എന്നിങ്ങനെ കരുതി. ഏതായാലും ആ സമയം കൊണ്ട് നമുക്കൊന്ന് കടന്നുറങ്ങാമല്ലോ കുറച്ച് നേരം. ഇറ്റങ്ങൾ കടന്നുറങ്ങണ കാണുമ്പോഴേ ഒരു സങ്കടമാണ് അല്ലേ. സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഇറ്റങ്ങൾ ഉറങ്ങണം ഇങ്ങനെ നോക്കി നിൽക്കാൻ കേട്ടോ. നമ്മൾ തലേന്ന് എന്തെങ്കിലും ചീത്ത പറയുക അടിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തെങ്ങാണ്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തോ ഒരു സങ്കടം ഇറ്റങ്ങളെ കാണുമ്പോൾ. അപ്പോൾ ഈ ഉറങ്ങുന്ന സമയത്ത് ഞാൻ അങ്ങനെ നോക്കിക്കോ, അപ്പോൾ എന്തെന്നില്ലാത്തൊരു ചൊറുക്കൊക്കെ കരയി ഇറ്റങ്ങളെ കാണാനില്ലേ. അപ്പോൾ എൻ്റെ മൈരി ആരെങ്കിലും ഉണ്ടോ ചീത്ത ഈറയൊക്കെ കടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ സങ്കടപ്പെട്ടുങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കൂലേ നമ്മൾ. അപ്പോൾ ഓനെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നാണ്ട് ഞാൻ അടുക്കളയ്ക്ക് ഒന്ന് ഇങ്ങനെ വന്ന് നോക്കിയതാണ് കേട്ടോ. അടുക്കളയ്ക്ക് വന്ന് നോക്കി പറഞ്ഞാൽ ചെറിയപ്പോൾ പോയപ്പോൾ ചായയും കടിയൊക്കെ ഉണ്ടാക്കി കൊടുത്തുങ്ങാണ്ട് അങ്ങനെയാണ് പോയതാണ് ഇവിടുന്ന്. അപ്പോൾ ഇങ്ങനെ വന്ന് നോക്കിയപ്പോൾ ഞാൻ അപ്പം ചുടലൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പമൊക്കെ ചുട്ട് കറിയൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ ഉണ്ടാക്കലെല്ലാം കഴിഞ്ഞിരിക്കണ്. അപ്പോൾ ഞാൻ അങ്ങനെ പോയി നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് പൊറാട്ട ഉണ്ട് കേട്ടോ. അമ്മ ഇന്നലെ വന്നപ്പോൾ കുറച്ച് പൊറാട്ട കൊടുന്നീനി. അപ്പോൾ അത് ഞാൻ അപ്പം തന്നെ ഞങ്ങൾ ഒരു 2-3 തിന്നുകാണ്ട് ബാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചിനി. അപ്പോൾ അത് എടുത്തുങ്ങാണ്ട് ചൂടാക്കാമെന്ന് കരുതി. ഞാൻ അതിനനുസരിച്ചുള്ള കുറച്ച് അപ്പം ചുട്ടിട്ടുള്ളൂ, ബാക്കി പൊറാട്ട എടുത്ത് ചൂടാക്കിയത്. ഇതിന് കറി ഉണ്ടേനി കേട്ടോ. പൊറാട്ട കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ എപ്പോഴാണെങ്കിലും പൊറാട്ട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇച്ചും ഇഷ്ടം തന്നെയാണ് പൊറാട്ട. നമുക്ക് ഈ ഇവർക്ക് പണിയില്ലാത്ത ആണുങ്ങൾക്ക് പണിയില്ലാത്ത ദിവസമൊക്കെ ഇങ്ങനെ ഇരിക്കും. ഓലെടുത്ത് പോയിങ്ങാണ്ട് ഇങ്ങനെ ഇങ്ങനെ തോണ്ടിങ്ങാണ്ട് അപ്പം തന്നെ ഓല് ഇങ്ങോട്ട് ചോദിച്ചു, എന്താ ഇപ്പം ഇന്ന് വേണ്ടിയത്, പൊറാട്ട കൊണ്ടുവരേണ്ടി വരൂലേ ചോദിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ അതിന് തന്നെയാണ് ഇപ്പോൾ ആ സോപ്പിട്ട് ഇങ്ങനെ ഇരിക്കണമെന്നുള്ളത് ഓൾക്ക് മനസ്സിലാവും. അപ്പോൾ പണിയില്ലാത്ത ദിവസം നമുക്ക് എന്നൊന്നുമില്ല കേട്ടോ, അധികമല്ല, കുറച്ച് ദിവസങ്ങളിൽ ചില ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ പൊറാട്ട കൊണ്ടുവരലുണ്ട്. പിന്നെ ഇന്നലെ വന്നപ്പോൾ അതേമാതിരി ഉണ്ണിയപ്പം ഒക്കെ കൊടുത്തീനി കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. ഇത് പീടിയിൽ നിന്ന് വാങ്ങിയതാണ്. എൻ്റെ അമ്മ ചുടുന്നതും നല്ല രസം തന്നെയാണ്. അതേപോലെ തന്നെ ഇത് പീടിയിൽ നിന്ന് വാങ്ങിയത് നല്ല രസമുണ്ട് കേട്ടോ. നല്ലൊരു എന്താ പറയുക, നമ്മളൊരു കേക്കിൻ്റെ ഒക്കെ ഒരു ചൊയ വന്നു തിന്നപ്പോൾ. അങ്ങനത്തെ ഒക്കെ ഒരു നല്ല രസമുണ്ട്. അതേപോലെ തന്നെ കുറച്ച് അച്ചാറും കൊടുത്തീനി കേട്ടോ. ഇച്ചെന്ന് പറഞ്ഞാൽ ചോറ് തിന്നുമ്പോൾ എങ്ങനെയാ അറിയോ, ഒരു പുളിയില്ലാതെ ചോറ് ഇറങ്ങൂല. ഒരു പുളിൻ്റെ നമ്മൾ ഒന്നുമില്ലെങ്കിൽ എന്താ നമുക്ക് സുറുക്കിക്കുണ്ടല്ലോ കുറച്ച് മുളകും പൊടി ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ ഒരു തിന്നൽ, അങ്ങനെ ആയാലും മതി. അപ്പം എൻ്റെ അമ്മക്ക് അത് അറിയട്ടോ, അതുകൊണ്ട് ഉമ്മ കൊടുന്നതാണ്. അത് കഴിഞ്ഞാണ് ഞാൻ വാതിലൊന്നിങ്ങനെ തുറന്ന് നോക്കിയപ്പോൾ നല്ല മഞ്ഞാണ് കേട്ടോ. ആ തുറന്ന വാതിൽ ഞാൻ എന്താട്ടി അതേപോലെ തന്നെ അടിച്ചിങ്ങാണ്ട് ഞാൻ പോയിട്ടോ. ഏതായാലും മദ്രസ സ്കൂളൊന്നും ഇല്ലല്ലോ. ചെറിയപ്പോൾ പണിക്കും പോയി. പിന്നെ നമുക്ക് ചായയും കടിയൊക്കെ ആയും ചെയ്തു. പിന്നെ നമുക്ക് കുറച്ച് നേരം കടന്നാലും ആരും ചോദിച്ചാലൊന്നും വരില്ലല്ലോ. അപ്പോൾ ഏതായാലും കുറച്ച് നേരം ഞാനും പോയിങ്ങാണ്ട് കടന്നുറങ്ങട്ടെ. തോനെ നേരം ഒന്നും ഉറങ്ങൂല കേട്ടോ. ഒരു 8-9 മണിയൊക്കെ ആകുമ്പോഴത്തേന് നീച്ചും. അപ്പോൾ അതിന് കുട്ടി നീച്ചു കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ്.